ഹലോ ഓൾ, ഇന്ത്യയിലെ എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ച് പഠിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു രാധാകൃഷ്ണൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റി ഓൾറെഡി നിർദ്ദേശങ്ങളും അവരുടെ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ എക്സാമിനേഷൻസ് ഒക്കെ ചേഞ്ച് ആവാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ വരുന്ന റെക്കമെൻഡേഷൻസും നിർദ്ദേശൻസും എന്നൊക്കെ നോക്കാം. റിഫർമേഷൻ ഓഫ് നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിംഗ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ നടത്തുന്ന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചേഞ്ചസിലുള്ള റെക്കമെൻഡേഷൻസും നിർദ്ദേശങ്ങളും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് രാധാകൃഷ്ണൻ കമ്മിറ്റി ഒക്ടോബറിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അതിൽ ഗവൺമെന്റ് എടുക്കേണ്ട നടപടികളെയും കുറിച്ചൊക്കെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പത്രസമ്മേളനത്തിലൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും. അപ്പം എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, പ്രധാനമായിട്ട് വരുന്ന റെക്കമെൻഡേഷൻസ് എന്നുള്ളത് നമ്മൾ ഷോർട്ടായിട്ട് ഒന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ റീഡിഫൈനിങ് NTA's റോൾ, NTA ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന റോളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫോക്കസ് സോൺലി ഓൺ എൻട്രൻസ് എക്സാംസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ലീവിംഗ് റിക്രൂട്ട്മെന്റ് എക്സാം. രണ്ട് രീതിയിലുള്ള എക്സാമിനേഷൻസ് NTA നടത്തുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ്, മറ്റൊന്ന് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇനി റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ഈ നടത്തരുത് എന്നുള്ള സ്വഭാവത്തിലാണ് പറയുന്നത്. NTA ഷുഡ് ഫോക്കസ് ഓൺലി ഓൺ എൻട്രൻസ് എക്സാമിനേഷൻ. NTA സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ ഒരുപാടുണ്ട്. JEE എക്സാമിനേഷൻ ഉണ്ട്, നീറ്റ് എക്സാമിനേഷൻ ഉണ്ട്, CUT എക്സാമിനേഷൻ ഉണ്ട്, NCT എക്സാമിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ UGC നെറ്റ് എക്സാമിനേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള പല പല പരീക്ഷകളും NTA തന്നെയാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും NTAയുടെ റോൾ റീഡിഫൈൻ ചെയ്യണം എന്നതാണ് പറയുന്നത്. രണ്ട്, ഫ്ലെക്സിബിലിറ്റി ഇൻ എക്സാം മോഡ്സ്, എക്സാമിനേഷന്റെ മോഡിലുള്ള ഫ്ലെക്സിബിലിറ്റിയാണ്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം നീറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഡിസിഷൻ എന്ന് പറയുന്നത് എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ഓർ പെൻ പേപ്പർ വിൽ റീടെസ്റ്റ് എന്നുള്ളതാണ്. അത് ഹെൽത്ത് മിനിസ്ട്രിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു ചേഞ്ച് വരുത്തും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എക്സാമിനേഷൻ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് പോകണം എന്നുള്ളതാണ് NTA കൊടുക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. മൂന്ന്, മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എലക്ഷൻ സ്റ്റൈലിലേക്ക് മാറണം എന്നുള്ളതാണ്. എലക്ഷൻ സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലി ഇലക്ഷനെ കൺട്രോൾ ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാവും, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ. അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയുള്ളൊരു സെൻറ്റർ സ്റ്റേറ്റ് കൊളാബറേഷൻ ഇതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. കൊളാബറേറ്റീവ് അപ്രോച്ച് ബിറ്റ്വീൻ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, എക്സാംസ് ലൈക്ക് ഹൗ ഇലക്ഷൻസ് ആർ മാനേജ്ഡ്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി, അതിൽ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് അതോറിറ്റീസ് ഇതിൻ്റെ ഒരു സ്മൂത്ത് എക്സിക്യൂഷന് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളുകളായി മാറണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രിസൈഡിങ് ഓഫീസർക്കും അവർക്കുള്ള പ്രോട്ടോകോൾ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ പോളിംഗ് ബൂത്ത് മാനേജ്മെൻറ്റ് പോലെയുള്ളൊക്കെയുള്ള പ്രിസൈഡിങ് ഓഫീസർ എന്താണോ ഇലക്ഷനിൽ ചെയ്യുന്നത് അതുപോലെയുള്ള റോള് ഇതിൽ കൃത്യമായിട്ട് നടക്കണം എന്നുള്ളതാണ് പറയുന്നത്. സീലിംഗ് ആൻഡ് സെക്യൂരിറ്റി സെൻറ്റേഴ്സ്, ഈ പറയുന്ന ഈ കമ്മിറ്റിയെ തന്നെ നിയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു. പല പരീക്ഷകളും നെറ്റ് എക്സാമിനേഷൻ അടക്കമുള്ള പരീക്ഷകൾ മാറ്റിവെച്ചു. അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന പോലെ സീൽഡ് ബിഫോർ എക്സാമിനേഷൻസ് ആൻഡ് അൺസീൽഡ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് NTA ഒഫീഷ്യൽസ് ഈ പറയുന്ന നിർദ്ദേശം പറയുന്നുണ്ട്. ഈ പറയുന്ന ഇലക്ഷൻ പ്രോസസ്സെ പോലെ തന്നെ EVM സ്ട്രോങ് മെഷീനിലൊക്കെ സൂക്ഷിക്കാറല്ലേ, അതുപോലെ തന്നെയുള്ള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന പോലെ തന്നെയുള്ള ലോക്ക് ചെയ്തിട്ടുള്ള സെക്യൂറിംഗ് സെന്റേഴ്സ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കണം, സ്റ്റേറ്റ് ലെവലിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ള അതോറിറ്റീസും റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. പിന്നെ പോലീസ്, NTA, ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ തന്നെ NIC ഒക്കെ പോലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ടീം ഉണ്ടാവും. ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റീസ് ഉണ്ടാവണം. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈ പറയുന്ന പോലെ എൻഷുർ ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് സെക്യൂർ ടെസ്റ്റിംഗ് സെന്റേഴ്സ് എന്നുള്ളത് പറയുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഫോർ സെന്റേഴ്സ് അലോട്ട് ചെയ്യുന്നപ്പോൾ പ്രൈവറ്റ് സെക്ടറുകളിലാണ് സെന്റേഴ്സ് അലോട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ആ സെന്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടക്കണം. ഇന്റലിജൻസ് ഇൻപുട്ടുകളൊക്കെ സെക്യൂരിറ്റി ബ്രീച്ചസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. തേർഡ് പാർട്ടി ഏജൻസിയെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ടെസ്റ്റ് ഡെലിവറി ഏജൻസീസ്, അതുപോലെ തന്നെ ഈ പറയുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ് സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ്. നിലവിൽ NTA സംബന്ധിച്ചിടത്തോളം NTA അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NTAക്ക് ആവശ്യമായിട്ടുള്ള സ്വന്തം ടെസ്റ്റിംഗ് സംവിധാനങ്ങൾ ഇല്ല
എന്നുള്ളതാണ്. അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ പരിഹാരം ഉണ്ടാവും എന്നുള്ളതാണ്. ഡിജി എക്സാം സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പുതിയ സിസ്റ്റമാണ്. ഡിജി യാത്ര എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഡിജി യാത്രയിൽ നിങ്ങളുടെ ഒത്തന്റിഫിക്കേഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധാരണ ക്യൂവിൽ നിൽക്കാതെ തന്നെ കയറി പോകാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള സംഗതി ഉണ്ടാവുന്നതാണ്. ഈ ഡിജി യാത്ര മോഡൽ ഡിജി എക്സാം സിസ്റ്റം വരണമെന്ന് പറയുന്നുണ്ട്. ഒരു ബയോമെട്രിക് സംവിധാനം വെച്ചുകൊണ്ട് വൺ ടൈം എൻട്രി ഓഫ് പ്രൈമറി ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ ഡ്യൂറിംഗ് അപ്ലിക്കേഷൻ പ്രോസസ്, ഈ വെരിഫിക്കേഷൻ കൃത്യമായിട്ട് നടത്തും. CCTV മോണിറ്ററിങ് കാൻഡിഡേറ്റ്സ് ഡ്യൂറിങ് എക്സാം ഒക്കെ കൊടുത്ത നിർദ്ദേശങ്ങളാണ് എന്നതാണ്. നമുക്കൊന്ന് സമറൈസ് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന സംഗതി മൾട്ടി സെഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള നിർദ്ദേശമാണ് ഈ പറയുന്ന പോലെ 2 ലക്ഷത്തിലധികം കൂടുതൽ അപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ മൾട്ടി ടെസ്റ്റിംഗ് സംവിധാനം കൊണ്ടുവരണം എന്ന് പറയുന്നത്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് സംവിധാനമാണെന്ന് പറയുന്നുണ്ട്. മൾട്ടി സ്റ്റേജ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നീറ്റ് UGയിൽ വയബിൾ പോസിബിലിറ്റി ആണ് എന്ന് പറയുന്നുണ്ട്. റാഷണലൈസേഷൻ ഓഫ് മൾട്ടിപ്പിൾ സബ്ജക്ട് സ്ട്രീംസ് ഇൻവോൾവ് ഇൻ CUT അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അത്തരം നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ഹാവ് ടെസ്റ്റിംഗ് സെന്റർ അലോക്കേഷൻ പോളിസി അലോയിങ് കാൻഡിഡേറ്റ്സ് ടു ഗെറ്റ് എ ടെസ്റ്റ് സെന്റർ ചോയ്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഓഫ് റെസിഡൻസ് ഓഫ് സ്റ്റഡി. അതായത് നിങ്ങൾ എന്താണോ സെന്റർ കൊടുത്തിട്ടുള്ളത് ആ സെന്റർ കൊടുത്തത് നിങ്ങളുടെ ഈ പറയുന്ന പോലെ ജില്ലക്ക് അടുത്തുള്ള സെന്റർ ആവുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പറയുന്നുണ്ട്. ഈ ഡാറ്റ അനലിറ്റിക്സ്, സ്ട്രേഞ്ച് പാറ്റേൺസ് ഓഫ് ചോയ്സ് ഓഫ് ടെസ്റ്റിംഗ് സെന്റേഴ്സ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരാൾ ഇപ്പോൾ കോഴിക്കോട് സെന്റർ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് തിരുവനന്തപുരത്ത് കിട്ടുക എന്നുള്ള സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് അതിന് ഡാറ്റ അനലിറ്റിക്സ് സ്വഭാവത്തിൽ സംവിധാനം കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഡെവലപ്പ് 1000 സെക്യൂർ സ്റ്റാൻഡേർഡ്, അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, NTA-ക്ക് വേണ്ടി കൊടുക്കുന്ന നിർദ്ദേശമാണ്. ഒരു 1000 ടെസ്റ്റിംഗ് സെന്ററുകൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വാർഡ് ഫൂട്ടിങ് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുക എന്നുള്ള സ്വഭാവത്തിൽ ഫേസ്ഡ് മാനർ എന്നുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൊബൈൽ ടെസ്റ്റിംഗ് സെന്റർ, അത് നല്ലൊരു ആശയമാണ്. മൊബൈൽ ടെസ്റ്റിംഗ് സെന്റർ എന്ന് പറയുന്നത് 40 മുതൽ 50 വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള മൊബൈൽ ടെസ്റ്റിംഗ് സെന്റർ കൊണ്ടുവരാം. ചില ടെറൈൻ ഏരിയകളിൽ, നോർത്ത് ഈസ്റ്റ് ഒക്കെ പോലെയുള്ള പല ഏരിയകളിലൊക്കെ അവിടെ സെന്റർ അലോക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പ്രയാസമുള്ള സംഗതിയായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു ബസ് സംവിധാനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അങ്ങനെ 40 മുതൽ 50 വരെ പറ്റുന്ന സ്വഭാവത്തിലുള്ള മൊബൈൽ ടെസ്റ്റിംഗ് സെന്ററുകൾ ആവശ്യമുള്ള സമയത്ത് ടെസ്റ്റിംഗ് സെന്ററായിട്ട് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ അല്ലാത്ത സമയങ്ങളിൽ അതൊരു സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള പറയുന്നുണ്ട്. ഡിജി എക്സാം സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡിജി യാത്ര അവരുടെ കാൻഡിഡേറ്റിന്റെ ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ബയോമെട്രിക് സംവിധാനത്തിലൂടെ കാൻഡിഡേറ്റ് ഒരു സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള സംവിധാനം എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈബ്രിഡ് കമ്പ്യൂട്ടറൈസ്ഡ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എന്ന് പറയുന്ന സ്വഭാവത്തിലുള്ള സംഗതിയും പറയുന്നുണ്ട്. അപ്പോൾ ഒരു CBT അതുപോലെ തന്നെ PPT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്, 2 മോഡലാണ് നിലവിലുള്ളത്. അത് പുറമേ ഉള്ള ഒരു മോഡൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ രാധാകൃഷ്ണൻ കമ്മിറ്റി പറയുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടറൈസ്ഡ് ആൻഡ് പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ മോഡൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം വലിയ മാറ്റങ്ങളാണ് എക്സാമിനേഷൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് NTA-യുടെ ഭാഗത്ത് നിന്ന് NTA ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇത് നടപ്പിലാക്കുക, സർക്കാർ ഏത് രീതിയിലാണ് ഇതിലുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.